ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ, എൻ്റെ കരുവാമ്പടി ഇവിടെ അടുത്തുള്ള കുളമുക്ക് നേർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സോ എന്തായാലും അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ഭാഗത്താണ്. അവിടെ യങ് ബസാർ പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കിഡിലും ടീമുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ ഇപ്പോൾ സെൻറ്റർക്ക് ചെല്ലാം, കുളമുക്ക് സെൻറ്ററിലേക്ക്. കാരണം ഇപ്പോൾ എല്ലാ ആനകളൊക്കെ വന്നിറങ്ങുന്ന സമയമാവുന്നുള്ളൂ. 9 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരാണ്ട് പോയി നോക്കി വെക്കാം. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളതാണ്. ഇന്നലെ ഞാൻ തീർത്താല പോയിട്ട് കുറേ നേരം വയ്ക്കി വന്നിട്ടാണ് ഇത്ര നേരം വയ്ക്കുക. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. സോ എന്തായാലും നമുക്ക് നേരെ പോവല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകട്ടെ. ഞാൻ ഇറങ്ങിയൊക്കെ റിഷാലും ഉണ്ട് ഓനും എൻ്റെ പിന്നാലെ ചാടിക്കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ആദ്യം അങ്ങോട്ട് പോവാം, ആ ടീമിൻ്റെ അടുത്തേക്ക്. അവിടുന്ന് നമുക്ക് നേരെ അങ്ങോട്ട് സെൻറ്റർക്ക് പോവാം കേട്ടോ. രാവിലെ ഇവിടെ നമ്മുടെ പാമ്പാടി സുന്ദരനാണ്, അതുപോലെ നമ്മുടെ കരുവാമ്പടി ഭാഗത്തുനിന്ന് അവിടെ അടിപൊളി ടീമാണ്. അവിടെ ഇത്തിത്താനം വിഷ്ണുനാരായണനാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് അടിപൊളി ടീമുകൾ വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് സെൻറ്റർക്ക് ചെല്ലാം. അവിടെ ഒരുപാട് ടീമുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചിറക്കിൽ കാളിദാസനും പിന്നെ മാറിയതായിട്ട് അടിപൊളി ക്യാഷനെ സാധു ചെയ്തിട്ട് ഇറക്കിയ ടീമുകളൊക്കെ ഉണ്ട്. സോ എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ, സെൻറ്റർക്ക്. ഓക്കെ, ഇവിടെ പാമ്പാടി സുന്ദരൻ എത്തിയിട്ടില്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. തൽക്കാലം നമ്മളിത് വണ്ടി അവിടെ നിർത്തി. ഇപ്പോൾ രാവിലെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ റൂട്ടിക്ക്. ഞാൻ ഋഷാൽമ്പാടാണ്ട് പോയല്ലേ ഋഷാലെ. ഇതെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. നോക്കെ പെടുത്തന്നെ കുളമുക്കനെ. ഇത് നിങ്ങളെ ടീമാ റൂളേഴ്സ് ഏതാണ്? അത് ശരി. ഇവിടെ കീഴോട്ട് വിശ്വനാഥൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊട്ടല്ലേ ഓൻ അവിടുന്ന് ചെണ്ട വേണമെന്നുണ്ട് വാങ്ങിക്കില്ല. അപ്പം നമ്മളിത് അവിടെ സെൻറ്റർക്ക് ചെല്ലാണ്. അവിടെ അതൊരു ബസ് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പാമ്പാടി രാജൻ്റെ ആണ് തോന്നുന്നത്. ലോറി ബസ് എന്ന് പറഞ്ഞില്ലേ. നമ്മൾ കാലേ റോഡ് കണ്ടാൽ മറ്റേ ബോക്സിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് വെടി വന്നിട്ടാ. ഇവിടെ കുളമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് ഭയങ്കര പ്രശ്നം, കോപ്പിറൈറ്റിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ കാലേ റോഡിൽ നിന്ന് ഇട്ടൊക്കെ അങ്ങനെ പോയിക്കുന്നു.
ഉത്തരവാദിത്വവും എന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. പട്ടാമ്പയുടെ മനസ്സറിഞ്ഞ 27 വർഷം ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുന്നു.
നമ്മളിത് അവിടുന്ന് പോകുന്നു കേട്ടോ. അവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഒരിക്കലും സഹിക്കാൻ വയ്ക്കാത്ത വെയിലാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ പോകുന്നു. അവിടെ ഒരുവിധം ഇപ്പോൾ രാവിലെ വന്ന എല്ലാ ടീമും ഞാൻ കാണിച്ചു തന്നിട്ട്, പക്ഷേ ഇതൊന്നും എല്ലാ ടീമും ഒരുപാട് ടീമുകൾ ഞാൻ ഇപ്പോൾ എടുക്കാത്തതുണ്ട്. പക്ഷേ അത് രാവിലെ ഈ ഉച്ചയ്ക്ക് സെൻറ്റർക്ക് വരാത്തതാണ്. പിന്നെ അവിടെ നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് ഓരോ ടീമിൻ്റെ അടുത്ത് കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നു കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ നിർത്താവുന്ന. അപ്പോൾ അവിടുന്ന് കേശവൻ അതാ വരുന്നിട്ടോ. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കേന്ദ്ര കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും രേഖകളുടെയും ആഘോഷ നിയന്ത്രണ കമ്മിറ്റി അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതാണ്. ഗോതമ്പ് നുറുക്കി കൊടുക്കുന്നു, കൊപ്ര ആട്ടി കൊടുക്കുന്നു.